ആയിരുന്നു ഡോക്ടർ എന്താ ഈ വഴിക്ക്? ഇവിടെ അടുത്തിന്റെ ഒരു ഫ്രണ്ടിനെ കാണാമെന്നാ. ഇതാണ് എന്റെ വീട്. വെഡിങ് ആനിവേഴ്സറിക്കോ വന്നില്ല. വിരോധം അല്ലെങ്കിൽ ഒന്ന് കേറിയിട്ട് പോവാം. പിന്നെന്താ? ഷുവർ. കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലേക്കൊന്നും കാണാറില്ലല്ലോ. ഓ, ഹൗസ് വാമിങ്ങിനും വെഡിങ് ആനിവേഴ്സറിക്കും വരാത്ത പരിഭവമായിരിക്കും അല്ലേ? പ്രതിഷേധം ഇയാളുടെ ശരീരത്തിനോടായാലേ നഷ്ടപ്പെടുന്നത് എന്റെ അപ്പേട്ടനായിരിക്കും. 777 ലക്കി നമ്പർ ആണല്ലോ. ഈ നമ്പറുള്ള കാർ കണ്ടെത്തിയതും രേണുവിന്റെ അപ്പേട്ടനായിരിക്കും അല്ലേ? ഈ കാര്യങ്ങളൊക്കെ അപ്പേട്ടന് വലിയ ക്രേസാ. അകത്തിരിക്കാം. ഒന്ന് മാനേജ് ചെയ്തോടെ. മിസ്റ്റർ അപ്പുകുട്ടനോടുള്ള കാര്യം രേണുവിനോട് പറഞ്ഞില്ലല്ലോ. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. മിസ്സിസ് രേണു പറഞ്ഞിട്ട് അവർ മാത്രമേ കാണൂ. എം പ്രസാദ്, നിങ്ങളുടെ പ്രിയതമ എന്റെ പേഷ്യന്റാ. ഡോക്ടർ, നൈസ് ടു മീറ്റ്. നിങ്ങളെ പറ്റി രേണു പറഞ്ഞ പോലെ തന്നെ നല്ല വെളുത്ത നിറം. വെളുത്ത നിറോ? എന്താ മിസ്റ്റർ അപ്പുകുട്ടൻ, നിങ്ങൾ വെളുത്ത നിറമല്ലെന്നുണ്ടോ? വെളുത്തു തന്നെ. പക്ഷേ രേണു പറഞ്ഞത്ര ഹൈറ്റ് ഇല്ല. ഞാനത് അമ്പലത്തിൽ നിന്ന് വരുന്നോണ്ട് തോന്നുന്ന. സ്വന്തം ഭർത്താവിന് അല്പം ഉയരം കൂട്ടി പറയാൻ ഏതൊരു ഭാര്യം ശ്രമിക്കും. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ ചേർച്ചയുള്ള കപ്പിൾസാ നിങ്ങൾ. ഓ, അത് ശരി. അങ്ങനെ ഞങ്ങൾ ചേർച്ചുള്ള കപ്പിൾസാന്ന് പലരും പറയാറുണ്ട് അല്ലേ രേണു? വരൂ, ആശ്രയിക്കാം. എപ്പോ വന്നു? കുറച്ചു നേരം. എന്താ നേരത്തെ വരാഞ്ഞേ? നീ ഇവിടെ നിൽക്ക, പോയി കാപ്പി എടുത്തിട്ടോ. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പതിവില്ലാത്തതാണല്ലേ ഈ വേഷം? പതിവുള്ളത് തന്നെയാ. അല്ല, രേണു പറഞ്ഞു സദാ പാന്റും കൊണ്ടും ധരിക്കുന്ന ആളാണെന്ന്. ഓ, രേണു അതും പറഞ്ഞു. അവള് പറഞ്ഞ ശരിയാ. പക്ഷെ ഇന്നത്തെ കാര്യം അവൾ മറന്നുണ്ടാവും. ഇന്നത്തെ കാര്യം? ഇന്ന് 1-ാം തീയതി അല്ലേ ഡോക്ടർ? ഓ, രാവിലെ കുളിച്ച് മുണ്ടും ചുബയായിട്ട് അമ്പലത്തിൽ പോയി. അവളെ ഞാൻ വിളിച്ചു, പക്ഷെ വന്നില്ല. ഭയങ്കര മടിച്ചാ. ഇനി വേണം ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഓഫീസിൽ പോവാൻ. ഓഫീസിലോ? അതെ, എന്റെ അഡ്വർടൈസിംഗ് ഏജൻസി കമ്പനി. അപ്പോ എക്സ്പോർട്ടിംഗ്? ഓ, അതും അവള് പറഞ്ഞോ? ഒരുപാട് ഫേംസും കമ്പനീസും ഉള്ളതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയാറില്ല. കാരണം ഈ റെക്കമെൻഡേഷൻ, അതിന്റെ പ്രോബ്ലംസ്. പിന്നെ ഈ അഡ്വർടൈസിംഗ് തന്നെയാണല്ലോ ഈ എക്സ്പോർട്ടിംഗ്. ഈ എക്സ്പോർട്ടിംഗ് തന്നെയാണ് ഈ അഡ്വർടൈസിംഗ്. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാ. നീ നമ്മുടെ അഡ്വർടൈസിംഗ് കമ്പനിയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ? എന്ത് പറഞ്ഞാലും എന്താ ഇതുപോലൊരു ചിരിയാ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഹോസ്പിറ്റലിൽ എത്താൻ വൈകും. വെഡിങ് ഡേക്ക് ഹൗസ് വാമിങ്ങിന് വരാത്ത പരിഭവം ഇപ്പൊ തീർന്നല്ലോ അല്ലേ? വെഡിങ് ഡേക്ക് വരാതിരുന്നു ഒരു കണക്കിന് നന്നായി. ഭയങ്കര ബോർ കമ്പനിയായിരുന്നേ അല്ലേ രേണു? നമുക്കൊരു ദിവസം ഒരുമിച്ച് കൂടാം. ഞാൻ കിട്ടുന്ന ആയിക്കോട്ടെ. ഓക്കെ. അത് ഞാനല്ല എന്റെ ഡോക്ടറെ. ഇതുപോലൊരു നോട്ടം പണ്ട് ഞാൻ നോക്കിയതാ. ഇത് ഇവളുടെ ചേച്ചി ഹസ്ബൻഡുവാ. ഇപ്പോഴും ഇവരെ ഒരുമിച്ച് കണ്ടാൽ എനിക്ക് തെറ്റിപ്പോവും. റയറായിട്ടുള്ള ട്വിൻസാ അല്ലേ രേണു? ട്വിൻസ് ആണല്ലേ? ശരി, ഞാൻ ആയിക്കോട്ടെ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. അയ്യ, കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റിയ സാധനം. ശരി, ബൈ ബൈ. പെട്ടെന്നൊന്ന് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിടിയിട്ടില്ല. പിന്നെ ഡോക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ എന്റെ റോൾ എന്താന്ന് എനിക്ക് മനസ്സിലായത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഇങ്ങനെയൊക്കെ ഞാൻ പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ രേണു ഡോക്ടറോട് പറഞ്ഞ എല്ലാ കള്ളങ്ങളും പൊളിയുമായിരുന്നു. പിന്നെ നാളെ ഡോക്ടറെ മുഖത്ത് നോക്കാൻ പറ്റുമോ? സത്യത്തിൽ നന്ദി പറയേണ്ടത് എന്നോടാ. ഏതായാലും ചിങ്ങു ഒന്നിന് രേണുവിന് കിട്ടിയ പുതിയ ഹസ്ബൻഡ്, എ റൊമാൻറ്റിക് ഹീറോ, മിസ്റ്റർ പ്രേം. ശാന്തത കാണുന്നില്ല. ആ ബാത്റൂമിൽ എവിടെയെങ്കിലും നോക്ക്.
ആ കടവുള് 3-4 ദിവസമായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ റോന്തൂറ്റുണ്ടായിരുന്നു. അവൻ കൊണ്ട് കാണും. എന്ത് കടവുൾ? ആ പിച്ചക്കാരൻ ഓൻ കടവുൾ. ஐயோ அண்ணா அப்படி சொல்லாதீங்கண்ணா சாமி சொல்லக்கூடாது. എടി സൊല്ലാണ്ടെങ്ങനെയാ, സൊല്ലാതെ എങ്ങനെയാ? എടി അവനെ പിടിച്ച് നീ ഇവിടെ കയറ്റിരുത്തിട്ട് പാല് കൊടുക്കല്, പഴം കൊടുക്കല്, TV കാണിക്കല്, എന്തെല്ലാം ആയിരുന്നു. എന്നെ പിടിച്ച് അവന്റെ അടുത്തിരുത്തിയിലടി. അവനെ വൃത്തിയട്ടവൻ എന്റെ വായി കയറ്റിട്ട് ഞാൻ എത്ര പ്രാവശ്യമായി കുളിച്ചു. എന്താടി അവന്റെ പേര്? കാടലൻ, വൃത്തിയട്ടവൻ, പുഴുപ്പല്ലൻ, പാണ്ടി, നീഗ്രോ. എടി എടി അവൻ നിന്നെ കൊണ്ട് പോയിരുന്നെങ്കിലോ? പൊക്കോട്ടെ, ഞാൻ സഹിച്ചേനെ. പക്ഷെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നോക്കിയോ. இவ்வளவு ஓலியம் வேணாம், உட்கார். உட்கார். அதை எடுத்து படி. சத்தமா படி. ഇത് സംസ്കൃത, എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ വീശാൻ എടുത്തതാ. அப்படினா வீஸ். சொன்னா என்ன மெடிசின்ஸ் இங்க இருந்து வாங்க வேண்டாமா? വേണ്ട വേണ്ട, വെളിയിൽ നിന്ന് വാങ്ങിടാം. ഇങ്ങ ரொம்ப കത്തി. ஓ அப்படியா? പൈസ எதுக்குண்ணா? ഇത് മെഡിസിൻ വാങ്ങறது. ஐயோ இங்க பெரிய கத்தி இல்லையா? വെളിയിൽ താൻ കത്തി. ഇങ്ങ ரொம்ப നല്ല മെഡിസിൻ. ஐயோ அண்ணா உங்க பேசுங்க. ഡോക്ടർ വരുമ്പോൾ അവളുടെ ഒരു പേഴ്സ്. என்னன்னா? പേഴ്സ് എൻ കയ്യിൽ ഇരിക്ക. നീ പോ, சீக்கிரமா போ. டிஸ்பென்சர் அடிச்சிடு. அண்ணா நீங்க கூட வாங்கல. நான் இங்க வெயிட் பண்றேன். நீ போ. ஒரு விஷயம் பேசிக்கிறேன்னா. விஷயம் இல்ல, அப்புறம் சொல்லலாம். ഹലോ മിസ്റ്റർ അപ്പുകുട്ടൻ. ഹലോ. അത് സംസാരിക്കാനൊന്നും നേരമില്ല. ഞാൻ സ്വല്പം തിരക്കില്ല. അല്ല, ആരാ കൂടുണ്ടായിരുന്നു? അത് ഈ അമ്മിക്കല്ലിന്റെയും ആട്ടുകല്ലിന്റെയും പരസ്യത്തിലുള്ള ഒരു മോഡലാ. അമ്മിക്കല്ലോ? എന്താ മിസ്റ്റർ അപ്പുകുട്ടൻ? അതെ, അവൾക്ക് കുറച്ച് ഗർഭം. അയ്യോ, ഞാനല്ല കാരണക്കാരൻ. അല്ല, കാരണക്കാരാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലല്ലേ? ചോദിക്കാൻ പോയതുപോലെ തോന്നിയതുകൊണ്ട് ചോദിക്കാതെ തന്നെ മറുപടി പറഞ്ഞേ ഉള്ളൂ. അല്ല മിസ്റ്റർ അപ്പുകുട്ടൻ ഈ മോഡലായിട്ട് ഇവിടെ ചെക്കപ്പ് ഗർഭമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ആർട്ടിസ്റ്റിനെ ചെക്കപ്പ് ചെയ്യിക്കാവുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതാരും ചോദ്യം ചെയ്യരുത്, അതെന്റെ അവകാശമാണ്. ബൈ ദ ബൈ, ഡോക്ടർ എന്താ ഇവിടെ? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട്. പുള്ളി ഒന്ന് കാണാമെന്നാ. അപ്പോഴും ഇവിടെ വരുമ്പോഴും സൂക്ഷിക്കണം. കണ്ണനോ? അണ്ണൻ അണ്ണൻ. അല്ല, കണ്ണാന്നാണല്ലോ വിളിച്ച. അതെ, എന്റെ പഴയൊരു ആർട്ടിസ്റ്റാ. ടിറ്റുണ്ടിയുടെ പരസ്യത്തിൽ ഞാൻ കണ്ണനായിട്ടും അവൾ രുക്മിണിയായിട്ട് അഭിനയിച്ച്. അന്ന് മുതൽ കണ്ണാ രുക്മിണി, കണ്ണാ രുക്മിണി. ഒന്നുമില്ല എന്നാണ് വിളിക്കാറ്. ഇച്ചിരി വട്ട. ഒരു മരുന്നൊഴിച്ച് മീതി എല്ലാ മരുന്നും കഴിച്ചു. അപ്പടിയാ, വെരി ഗുഡ്. யாருண்ணா இது? എന്നോട് ഫ്രണ്ടാ. വണക്കം. വണക്കം പറഞ്ഞ. വണക്കം. நான் இவரோட പൊങ്കൽ. മലയാളത്തിൽ പെങ്ങൽ എന്ന് പറയും. ഈ തമിഴില് പെങ്ങളെ പൊങ്കൽ എന്ന് പറയും. അതിന്റെ ഒരു ഉത്സവം തന്നെ ഉണ്ടേ. അതാ അപ്പൊ ധൃതിന്റെ കുറച്ച് ബൈ. സീ യു. വിക്ക് ചിലപ്പോ ഒരു അനുഗ്രഹം അല്ലേ? പിച്ചക്കാരനല്ലേ? അവരുടെ കാണാതിരിക്കായിരുന്നു. ഓഹോ, ഫാമിലി ആയിട്ട് തന്നെ ഇറങ്ങിയിരിക്കാണല്ലേ? അല്ല ചേട്ടാ, ചേട്ടന്റെ പേഴ്സ്. അത് വന്ന് പത്മയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ കവിതയുടെ അടുത്തുനിന്ന്, അതും അല്ലെങ്കിൽ മേനകയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ ഉറപ്പാ സരിതയുടെ അടുത്തുനിന്ന്. അല്ല ചേട്ടാ, വാസന്തിയുടെ അടുത്തുനിന്ന്. വാസന്തി தெரியாதா? புதுசா கட்ட போற தியேட்டர் வாசந்தி. அல்ல சேட்டா, நம்ம வாசந்தி. ஐயோ, என்ன ഈ പൈറ്റക്കാരൻ என்ன பேசுறது தெரியாது. நமக்கு இந்த ஆளு ஒத்து வராது. வா வா, சீக்கிரம் சீக்கிரம் சீக்கிரம். அது வந்து நீங்க பெட்டிக்கடா வீடு இந்த இடத்திலும் தெண்ட வேண்டாம். நல்ல 5 ஸ்டார் ஹோட்டல் இல்லையா, அதுக்கு முன்னாடி இருந்து தெண்டணும். அப்போ 100 ரூபாய் இதை கிட்டும். நீங்க ஒருத்தரும் 100 ரூபாய் தான் கிட்ட தந்தா உங்களுக்கு நான் 1 ரூபாய் வீதம் தரும். கேட்டியா? போ போடு கண்ணா. ഏകാന്തതയുടെ അപാര തീരോ. പാട്ട് പാടിയിട്ട് തന്നെ പേടിയാവും. എന്താ കോലം കണ്ടില്ലേ? കോലം? ഇതെന്ത് കോലം? പേക്കോലം. ഞാൻ പറഞ്ഞത് ഈ കോലത്തിന്റെ കാര്യോ? അല്ല, രാവിലെ എങ്ങോട്ടാ? എന്റെ സാറ് ഇന്ന് 1-ാം തീയതിയല്ലേ ഐശ്വര്യമായിട്ട് തണ്ടാ വന്നതാ. അത് കണ്ടപ്പോ മനസ്സിലായി. എന്തിനെങ്ങനെ ചോദിക്കണ സാറേ? ഉള്ളതങ്ങ് തന്നാ പോരെ. ഇവിടെ ഒന്നുമില്ല. എന്റെ സേട്ടാ, പിച്ചത്തരം പറയരുത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഏത് നേരത്തെ ആരോന്ന് ചോദിച്ചാലും അല്പം പച്ചവെള്ളമെങ്കിലും കൊടുക്കും. ഒന്ന് പോടോടുന്ന്. പോകാ പറയാ താനാരാ? ഇവിടുത്തെ മുതലാളിയോ? എടോ, വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. ചെന്ന് മുതലാളി വിളിക്കണ്ടോ? ചെല്ലി. അല്ല, പൊടി. ஐயோ கிருஷ்ணா, வருவாருப்பா சாமி. ஐயோ சாமி, உள்ள வாங்க சாமி. சாமி உள்ள வாங்க. അമ്മയാണവൾ. എരുമേണോളന്നോ? ഇത് ഞാൻ പൊണ്ടാട്ടിടാ. சாமி வாங்க. ருக்கு, என்ன இது? இவன் பிச்சைக்காரன்டி. ஐயோ இப்படியே சொல்லாதீங்க. சரி வாங்களே. என்ன விஷயம்? ஒரு நிமிஷம். It's all right. ஐயோ, உங்களுக்கு இதானது தெரியாதாண்ணா? ஒரு பெரிய காஸ்காரன் வீட்டுல கடவுள் வேஷம் மாதிரி பிச்சைக்காரன் மாதிரி வந்து தர்மம் கேட்டான். இந்த காஸ்காரன் கடவுளுக்கு ஒண்ணுமே கொடுக்கலன்னா ஒரு சாமி அப்படியே போய் அடுத்து பாங்கப்பட்ட வீட்டுல போய் தர்மம் கேட்டான். அந்த ஆள் உட்கார வச்சு சாப்பாடு அத்தை இது எல்லாத்தையும் கொடுத்துட்டான். சாமி அப்படியே சந்தோஷப்பட்டு கஷ்ட
ஐஸ்வர்யங்களே அந்த ஆளுக்கு அடி வாடி வழங்கினானா அந்த மாதிரி இந்த பிச்சைக்காரனும் கடவுள் தானா? இந்த பிச்சைக்கார மேல ரொம்ப ஸ்மெல் இருக்கு. இவன் கடவுள் அல்ல, கடவாவல். ஐயோ அப்படி இல்ல இல்லாதீங்கண்ணா. சாமி நீங்க உள்ள வாங்க. தேங்க்ஸ். வாங்க உள்ள வாங்க உள்ள வாங்க வாங்க, உள்ள வாங்க. ஐயோ கீழ சோஃபா மேல உட்காருங்க. அண்ணா நீங்க சாமி பக்கத்துல உட்காருங்க. அது நான் சொல்றது சொல்றத கேளுங்களேன். ஐயே. சாமி நான் சாப்பாடு எடுத்துட்டு வரேன். എന്താ പേര്? കാതലൻ. അയ്യടാ രാജകുമാരൻ ഇടായിരുന്നില്ലേ? ചിരിക്കല്ലേ പേടിയാവണു. പല്ല് കേൾക്കാറില്ലല്ലേ? അല്ല ചേട്ടാ, ചേട്ടൻ ദന്ത ഡോക്ടറാ? ഡെന്റിസ്റ്റാ? എന്താ? അല്ല ചേട്ട എപ്പോഴും എന്റെ പല്ലിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നു. അതെന്റെ പല്ല്. ஏன்னா கடவுளுக்கு ஒரு இங்கிலீஷ் படம் போட்டு கொடு. BF இருக்கா? ബീഫ് ഇടാരും കഴിക്കാറില്ല. അതല്ല ചേട്ടാ, BF ബ്ലൂ ഫിലിമിന്റെ കാസറ്റ്. ருக்கு உன் கடவுள் என்ன கேக்குறான்னு தெரியுமா? വായന്ന് കൈ കൊടുക്കും. വെരലിട്ട് ശബ്ദിപ്പിക്കാൻ നോക്കണം വൃത്തിയോടെ. അഭിഷ്ടു അഭിഷ്ടു. പട്ടി കൈയൊക്കെ തുപ്പി വൃത്തിയേടാക്കി. നാളെ കഴുകാം. இதுக்கு முன்னாடி பேப்பரை பாத்திருக்கியா? அப்படின்னா இந்த பாலை எடுத்துட்டு போய் முன்னாடி குடுத்துட்டு வந்துருன்னு அங்க சாமி வந்திருக்கு. சாமி இந்தா குடு. நான் இதை எடுத்துட்டு வந்துடுறேன். என்ன கடவுளே நம்ம என்ன புண்ணியம் பண்ணிருக்கோம் சாமி. சும்மா நிக்காத, கும்பிட்டுட்டே நில்லுன்னா. എന്താ പേര്? ശാന്ത. സ്വീറ്റ് നെയിം. വയസ്സെത്രേ? 16. നല്ല പ്രായം. இந்த சாமி ஸ்வீட் சாப்பிடுங்க சாப்பிடுங்க சாமி. நல்லா இருக்கட்டும், நல்லா இருக்கட்டும். ஐயோ. ஐயோ சாமி என்ன பசியா இருக்குன்னு பாரு சாந்தா. சாப்பிடுங்க சாப்பிடுங்க. ഇന്നത്തെ കണി കൊള്ളാം. ഇന്ന് കുറെ വീട് കേട്ടണം. சாமி குருவாயிருப்பா எங்களை மட்டும் காப்பாத்துப்பா. മാറ് സാറേ, എനിക്ക് വീട്ടിൽ തന്നെ. ഈ വീട്ടിൽ ഇപ്പൊ തന്നെ ഇവിടെ തന്നെ വേറെ തെണ്ടികളുണ്ട്. എന്നാ ഇവിടെ നിന്ന് തണ്ടാം. എവിടെ നിന്ന് ഉള്ളതാ. എന്തോന്ന്? 1-ാം തീയതി ആയിട്ട് തെണ്ടിത്തരം കാണിക്കാതെ കാശെടു സാറേ. കാശ് നീ കൊണ്ട് തന്നിട്ടുണ്ടോ? എന്നാ കത്തുപോയി കൊണ്ടുപോ ഓടോ. 10 രൂപ എവിടെ കിടന്ന തെണ്ടിയാണ് ഇവനൊക്കെ. തെണ്ടികളുടെ വില കളയാൻ നടന്ന തെണ്ടി. ഇന്ന് 1-ാം തീയതി ആയിട്ടെങ്കിൽ തെണ്ടിലൊന്ന് നിർത്തി കൊടേടാ തെണ്ടി. ഇന്നത്തെ ദിവസം തെണ്ടില്ലെങ്കിൽ ഈ കൊല്ലം മുഴുവൻ ഞാൻ തെണ്ടി പോകും. തെണ്ടി ഗേറ്റിന് പുറത്ത് നിന്നാ മതി. 1-ാം തീയതി നീ അകത്ത് കയറണ്ട. കൈ നീട്ടൊക്കെ ഞാൻ മാറ്റി വെളിക്കൊണ്ട് തരാം. നീ ഇവിടെ തന്നെ നിന്നാ മതി. ഒക്കലല്ലേ? ഞാൻ സ്കൂട്ടർ എടുത്തോണ്ട് വരാം. ഒന്നിച്ച് പോവാൻ നമുക്ക്. ഓ ഈ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയ ഈ കൊല്ലം കാക്കാച്ചൻ. പാപ്പാ ருக்கு. ஐயோ அப்பா அம்மா அப்பா எப்போ வந்தே? ഇപ്പൊ താണ്ടി அப்பா உட்காருங்க. உட்காரமா. பாப்பா உனக்கு நான் எந்தெல்லாம் கொண்டு வந்திருக்கேன்னு பாத்தியா? என்னப்பா? சக்கா, பச்சை மாங்காய், புளி, லெடு, பழம்பொரி. எப்பா என் ஆத்துக்காரனுக்கு மாங்காய் சம்மந்தினா ரொம்ப பிடிக்கும். அப்படியா? அதுக்கல்ல கண்ணா, இந்த டைம்ல பெம்பிள்ளாருக்கு புளி எல்லாம் ரொம்ப இஷ்டம் ஆயிடும். ஆமாடி. வெக்கமா இருக்குப்பா. பாரடி குழந்தை வெக்கப்படுறேன். போங்கப்பா. பாப்பா இந்த வார விட்டதெல்லாம் கிடைக்குமா? ஓ நாத்துக்காரன் கிட்ட நான் 1000 தடவை சொல்லிருக்கேன். ഈ കമ്പനി കിമ്മിനൊന്നും വേണ്ട. இந்த சிட்டின்னு கிளம்பி நம்ம ஊருக்கு போகலாம். அதெல்லாம் வேண்டாப்பா, அதெல்லாம் அவரோட இஷ்டம். சாந்தா இதெல்லாம் எடுத்து உள்ள வை. சரி. வெயிட். பாப்பா இந்த பொண்ணு இங்க தானா தங்க இருக்க? இல்லப்பா, காலையில வந்து சாயந்தரம் போயிடுவா. காலையில எத்தனை மணிக்கு? ஒரு 7:30 மணிக்கு. 7:30 மணிக்கு இங்க வருவாரா? ஏப்பா ஒரே கன்ஃபியூஷனா இருக்கீங்க? இல்ல ருக்குமணி, ஏன் மருமகனுக்கு வேற பெம்பிளார மூஞ்சி பாக்குறது பிடிக்காதுன்னு எனக்கு முன்னாடி தெரியும். பின்ன எதுக்கு இல்ல சார்? கரெக்ட்ப்பா, அவர் ஏன் முகத்தை அல்லாத வேறொரு பொம்பளையோட முகத்தை பார்க்கவே மாட்டார். ஆமா. அப்போ ஒரு காரியம் செய். இந்த சாந்தாவோடு 8:30 மணி கழிஞ்சு வந்தா போதும்னு நீயே சொல்லு. சரிப்பா. கேட்டோ சாந்தா, நீ 8:30 மணி கழிஞ்சு இங்க வந்தா மதி. எதுக்கு அவனு மனசுல பிடிக்காம வேலையெல்லாம் செய்யணும்ல பாப்பா? ஆமாப்பா, கரெக்ட்ப்பா, கரெக்ட். மோளே, உன் ஆத்துக்காரரு பூஜை எல்லாம் கரெக்டா பண்ணுவாரா? ஆமாமா, இப்ப ரொம்ப ஆஸ்தி. ஆமாமா, காலையில இருந்து குளிச்ச பூஜை முடிச்ச ஆபீஸ்
ஆபீஸுக்கு போனா அங்கேயும் அவர் பூஜை முடிச்சிட்டு தாப்பா வேலையே ஆரம்பிப்பா. பாத்தியாப்பா மணி 10 ஆச்சு. இப்ப அவர் குருவாயூரப்பன் படத்துக்கு முன்னாடி உட்கார்ந்து அப்படியே போய் கும்பிட்டுட்டே இருப்பார். வா சாமி. Yes. I glad to inform you that my reputed advertising firm excuse me Rina, ഞാൻ എവിടെ നിർത്തി? Sorry. അഡ്വർടൈസിംഗ് ഫേം. Yes. Advertisers would like to take an ad film for your esteemed concern, Mrs. Jayalakshmi Jewellers. Details below. സാർ, എന്താണോ ഇവിടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ കണ്ടില്ലേ? തനിക്കിപ്പോ എന്താ വേണ്ടേ? സെറ്റ് റെഡിയായെന്ന്. ഇവിടെ ഒരു സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ഒരു എടോ അതിങ്ങ് വന്ന് പറഞ്ഞാ പോരെ? ആ റെഡി, അങ്ങോട്ട് ചെല്ല്, ഞാൻ വന്നോളാം. അപ്പോ കോമൺ സെൻസ് ഇല്ലാത്ത വൃത്തിയിട്ടവൻ. സർ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ബിലോ സോറി, ഡീറ്റെയിൽസ് ബിലോ. അല്ലെ പിന്നെ വല്ലേ ഒന്ന് കൈ അങ്ങോട്ട് ഉയർത്തു, വാച്ചാണ് പൊക്കിക്കോളൂ. അങ്ങനെ ഇഷ്ടായി, എനിക്ക് ഇഷ്ടായി. അല്ല, എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാ. ഒന്ന് പറഞ്ഞേ. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ എനിക്കിഷ്ടം പറയുമ്പോ എന്നെ ഒന്ന് നോക്കിക്കോളൂ. അങ്ങനെ പറഞ്ഞു. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ കൈ ഒന്ന് പകരുത്, ഈ ഫേസ് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കാൻ ഞാൻ എങ്ങനെ എടുക്കുന്നത്? എനിക്കിഷ്ടം പറയുമ്പോ എത്ര അപ്പൻ എത്ര വേണമെങ്കിലും എന്നെ ചീത്ത പറഞ്ഞോളൂ, പക്ഷെ എന്റെ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തരുത്. ഇത് എന്നോട് പ്രൊഫഷൻ അപ്പാ. കണ്ണാ, നീ തരികിടയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ പാപ്പാവ് ഉനക്ക് ഞാൻ തന്നത്. ശരിയാ, എൻ പാപ്പാവുക്ക് ഏജ് കൊഞ്ചം ജാസ്തിയായി പോச்சு. പിന്നെ പേശുമ്പോത് കൊഞ്ചം വിക്ക് വരും. അതുകൊണ്ട് തന്നെ വിവാഹ കമ്പോളത്തില് അവക്ക് മാർക്കറ്റ് ரொம்ப കമ്മിയാச்சு. അത് മണത്തെറിഞ്ഞ് വന്നവനാ നീ. നീ വന്നപ്പോഴേ നിന്റെ രോഗം എനിക്ക് തെറിയും. என் பாப்பாவை கட்டி உனக்கு ராசாவாய் வாழணும். ஆய்க்கோ, அதுக்கு தானடா என் பாப்பாவை உனக்கு கல்யாணம் பண்ணி தந்தது. அப்பா, இப்படி ஒன்னும் சொல்லக்கூடாது. ருக்கு எனக்கு கண்ணு மாதிரி அப்பா. கண்ணோ காலோ அவனுக்கு தெரியாது. ഏയ്, നിന്നെ പോലെ എങ്ങുന്നോ തരകിടയെ വന്നവനാ ഞാനും. എന്ത് വേണത് ആയിക്കോ, എന്റെ ഒറ്റമോള റുക്കു, അവളെ നീ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ ഒന്നേ ഞാൻ കൊന്നിടുവേ. ஞாபகம் വെച്ചിക്കോ. அப்போ மண்டோதரி வந்தா. நான் எத்தனை நாளா சொல்லிட்டே இருக்கு, நம்ம ருக்கு வீட்டுக்கு போனோம்னு. எதுக்கடி? ஓ, உங்களுக்கு ஒண்ணும் தெரியாதா? பிரேமன் ஆபீஸுக்கு போனதுக்கு அப்புறம் ருக்கு தனியா தானே அங்க இருக்கு. கண்ணே தேனேன்னு பார்க்க வேண்டிய டைம் தானே இது. எனக்கும் அது தானடி டென்ஷன். நீ ஒரு காரியம் செய், சீக்கிரம் ரெடி ஆயி வா. இப்பவே அவளை கூட்டிட்டு வரா. ஓ கடவுளே, என்று குல நல்ல காப்பாத்துக்கணும். டைம் ஆச்சு, சீக்கிரம் கிளம்பணும். നീ പോയി കഴിഞ്ഞ ഞാനിവിടെ ഒറ്റയ്ക്ക്. ഏണ്ട കത്ര അപ്പാ, എല്ലാ പെൺകുട്ടികളെയും 7ാമത്തെ മാസത്തിലെ പ്രസവത്തിന് കൂട്ടിട്ട് പോകുന്നു. ஆனா ஏன் ருக்குரை மட்டும் எதுக்காக இந்த மாசத்துல நான் கூட்டிட்டு போறேன்? அண்ணா, நீ ஆபீஸுக்கு போயதுக்கு அப்புறம் ருக்கு இங்க தனியா தானே, நீ எதுக்கு கவலைப்படணும்? உனக்கு டைம் கிடைக்கும்போதெல்லாம் என் வீட்டுக்கு வரலாமே. എനിക്ക് ഇവിടെ നിറയെ ജോലി ഉള്ളപ്പോ ഞാൻ എങ്ങനെയാണ് അപ്പൊ അങ്ങോട്ട് വരുന്നത്? അല്ല ருக்கு. ஆமாப்பா, அவர் சொல்றது உண்மைதான். யோ, டைம் ஆச்சு. ராகாரத்துக்கு முன்னாடி வீட்டுக்கு எத்தனம், சாமி கும்பிடு. கடவுளே, வா. அப்பா பொட்டி நில்ல ருக்கு. டாக்டர் என்ன சொல்லிருக்க? அப்படி பண்ண கூடாது. மாற மாற. பாத்து அப்பா, பொட்டி மூடி. நானா, சீக்கிரம் எடுத்து வாடா. வா. வாங்க. അമ്മയെ കിട്ടിക്കാൻ. என்னது? അമ്മയെ കിട്ടണ സമയത്തൊക്കെ രുക്കുനെ നോക്കണേ. மெதுவா மெதுவா. என்னடி என்ன? சனிக்கிழமையான என்ன தேய்ச்சி குளிக்கணும், ஒழுங்கா ஆபீஸ் போகணும், கரெக்டா சாப்பிடணும், அழக்கூடாது. அழாதீங்கண்ணா, என்ன போயிட்டு வரேன். அம்மா நல்லா பாத்துக்கணும். மனசே வரலப்பா. நேரமா என்ன என்ன இங்க வா. சொல்றது ஞாபகம் இருக்குல்ல? ஊருக்கு போயாச்சு. என் பொண்டாட்டி ஊருக்கு போயாச்சு.
അപ്പുകുട്ടാ, പരോളിൽ ഇറങ്ങിയ ഒരു ജയിൽ പുള്ളി ഞാനിപ്പോ. ഇനിയുള്ള ദിവസം ഞാനിവിടെ ഒരു കലക്ക് കലക്കും. അപ്പൊ നീ ഒരു ക്രിമിനൽ ആണല്ലേ? ക്രിമിനൽ ഇയാളുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ. മനുഷ്യൻ എത്ര പെട്ടെന്ന് മനസ്സിലാവും. സാർ ഇന്നിട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസിൽ കണ്ടിന്യൂറ്റി ചേഞ്ച് ഉണ്ടല്ലോ. ഇനി കുറച്ച് മാസത്തേക്ക് യാതൊരു കണ്ടിന്യൂറ്റി ഇല്ല. എന്താ സാറേ, പെണ്ണുമ്പിള്ള സാറിനെ ഡൈവേഴ്സ് ചെയ്തോ? ഡൈവോഴ്സ് ചെയ്തൊന്നുമല്ല, എന്റെ പെണ്ണുമ്പിള്ളക്ക് ഗർഭം പ്രസവിക്കാൻ വിട്ടു. ആ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു. ഇനി അവള് വീട്ടിൽ പൊങ്ങിയാലേ ഞാനിവിടെ പൊങ്ങും. ഇവിടെ പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീണ്ടും പണിയൊപ്പിച്ച് അങ്ങ് വിട്ടാ മതി. അയ്യോ, കൂടുതൽ സംസാരിക്കല്ലേ, ക്ഷീണിക്കും. ആ കീങ്ങുന്നേ ബില്ലൊക്കെ ശരിയാക്കി. എനിക്കൊരു 4 ദിവസത്തെ ലീവ് വേണമായിരുന്നു സാർ. എന്താ പ്രത്യേകിച്ച് ഒരു വിശേഷമുണ്ടോ? അല്ല, ഒരു നേർച്ച ഉണ്ടായിരുന്നു. എന്റെ മകൾ സരളയ്ക്ക് 17 വയസ്സ് പൂർത്തിയായാൽ പഴനിമല ചവിട്ടിച്ചേക്കാവുന്നു. സരളയ്ക്ക് 17 വയസ്സോ? അപ്പൊ അതിന്റെ മൂത്തത്? സരസു 19 വയസ്സ്. അപ്പൊ അതിന്റെ മൂത്തത്? സുനന്ദ 21 വയസ്സ്. സരള, സരസു, സുനന്ദ. എന്നിട്ട് ഇതുവരെ ആരും കല്യാണം കഴിപ്പിച്ചിട്ടില്ല? സാർ, കഷ്ടമാണ് കേട്ടോ. എന്തുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും എന്നോട് നേരത്തെ പറഞ്ഞില്ല? കള്ള കഴിവറടാ മോനെ, ഇതൊക്കെ പറയാൻ കൊള്ളാവുന്നവനാണോ നീ? എന്താ ശങ്കരൂട്ടി ആലോചിക്കുന്നത്? അല്ല സാർ, പറഞ്ഞതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമായിരുന്നല്ലോ. വിഷമിക്കണ്ട. ശങ്കരൻകുട്ടിയുടെ 3 പെൺമക്കളെയും നമ്മൾ ഈ കമ്പനിയിൽ മോഡൽ ഗേൾസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ ശങ്കരൻകുട്ടിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാലോ. എന്താ ശങ്കരൻകുട്ടി ഒരുമാതിരി ഈഗോയും കോംപ്ലക്സും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് എന്നെ ഒരു അന്യായിട്ട് കാണുന്നേ? നിന്ന് സംസാരിക്കാം. എന്റെ മുമ്പിൽ ഇരിക്കണേന് ആരുടെങ്കിലും അനുവാദം ചോദിക്കണോ? ഈ പ്രായമായ പെൺകുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് വയസ്സാകാലത്ത് ഒരു പിതാവിനെ ജോലിക്ക് നടക്കാം. എനിക്കത് ഇഷ്ടമല്ല ശങ്കരൻകുട്ടി. സാറിന് അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയാ. എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഇതാ ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, അവർക്ക് ഈ ജോലി വലിയ താല്പര്യമില്ല സാർ. എന്റെ മോഡലിംഗിന്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഈ ജോലിയിൽ താല്പര്യമുണ്ടാകുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഞാനവരെ പറഞ്ഞ് മനസ്സിലാക്കോളാം. ജ്യേഷ്ഠന്റെ വിരോധമൊന്നുമില്ലല്ലോ. ശങ്കുട്ടിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു? മുടിക്കൽ. പണിയല്ല ചോദിച്ചത്, വീട് എവിടെയാണെന്ന്. കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെത്തെ പെരുമ്പാവൂർ മുടിക്കൽ, ഹൗസിംഗ് കോളനി നമ്പർ 113. 113 113. അങ്ങനെയൊന്നും ഇല്ല സാറേ, ഉള്ളത് മതി. ശങ്കരൻകുട്ടി ഇവിടെ ആരും ഇല്ലെന്നേ, പേടിക്കണ്ട സാറ് വാ. നന്നായി. മൂത്താളാണല്ലേ? അതെ സാറേ. സുനന്ദ. സാർ ഇപ്പൊ എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. സരസു. ഓ, സരസു ഇവിടെ ഇല്ലേ? സരസ് ഒന്നും ഇവിടെ ഇല്ല സാറേ. ശങ്കരൻകുട്ടിയുടെ മോള് തന്നെയല്ലേ? ആരുടെ മോളാണെന്ന് ആർക്കറിയാം? പുറത്തെന്തൊരു പണം. ഇവിടെ ആരെങ്കിലും കയറി വന്നാ ഇത് പതിവാ. കുഴപ്പാവോ? അയ്യോ, അങ്ങനെ കുഴപ്പമൊന്നും ആവില്ല സാറേ. സാർ കുറച്ച് കാശ് എടുത്തേ, ഞാനത് കൊടുത്ത് അവര് ഒതുക്കാം. നോക്ക്, പോ. വീട് തെറ്റിയതാ. ഞാൻ ശങ്കരൻകുട്ടി. എന്നെ സാറാ? സാറ് വന്നാട്ടെ. സാറേ, ഇത് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ഇവൻ എന്നെ കൊന്നേനെ. അല്ല, ഞാൻ മതി എല്ലാരും പോയാട്ടെ. എന്റെ വീടിന്റെ നമ്പർ എത്രയാന്ന് പറഞ്ഞേ? 113 അല്ലേ? പെരുവഴിയാക്കി തരാം. ഞാൻ പെരുവഴിയാക്കി തരാം. என்ன மெடிசின்ஸ் இங்க இருந்து வாங்க வேண்டாமா? வேண்டாம் வேண்டாம், வெளியில இருந்து வாங்கிடா. இங்க ரொம்ப கத்தி. ஓ, அப்படியா? பைசா எதுக்குண்ணா? இது மெடிசின் வாங்குறதுக்கு. ஐயோ, இங்க பெரிய கத்தி இல்லையா? வெளியில தான் கத்தி, இங்க ரொம்ப நல்ல மெடிசின். ஐயோ அண்ணா, உங்க பேர்ஸ்ங்க? டாக்டர் வரும்போது அவளோட ஒரு பேர்ஸ். என்னன்னா? பேர்ஸ் என் கையில இருக்கு. நீ போ, சீக்கிரமா போ. டிஸ்பென்சர் அடிச்சிடு. நீங்க கூட வாங்கல. நான் இங்க வெயிட் பண்றேன், நீ போ. ஒரு விஷயம் பேசிக்கிறேன்னா. விஷயம் இல்ல, அப்புறம் சொல்லலாம். ഹലോ മിസ്റ്റർ അപ്പുകുട്ടൻ. ഹലോ. അത് സംസാരിക്കാനൊന്നും നേരമില്ല, ഞാൻ സ്വല്പം തിരക്കില്ല. അല്ല, ആരാ കൂടുണ്ടായിരുന്നു? അത് ഈ അമ്മിക്കല്ലിന്റെയും ആട്ടുകല്ലിന്റെയും പരസ്യത്തിലുള്ള ഒരു മോഡലാ. അമ്മിക്കല്ലോ?
എന്താ മിസ്റ്റർ അപ്പുക്കുട്ടൻ? അതെ, അവൾക്ക് കുറച്ച് ഗർഭം. ഏ? അയ്യോ, ഞാനല്ല കാരണക്കാരൻ. അല്ല, കാരണക്കാരാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലല്ലേ? ചോദിക്കാൻ പോയതുപോലെ തോന്നിയതുകൊണ്ട് ചോദിക്കാതെ തന്നെ മറുപടി പറഞ്ഞേ ഉള്ളൂ. അല്ല മിസ്റ്റർ അപ്പുക്കുട്ടൻ ഈ മോഡലുമായിട്ട് ഇവിടെ ചെക്കപ്പ് ഗർഭമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ആർട്ടിസ്റ്റിനെ ചെക്കപ്പ് ചെയ്യിക്കാവുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതാരും ചോദ്യം ചെയ്യരുത്, അതെന്റെ അവകാശമാണ്. ബൈ ദ ബൈ, ഡോക്ടർ എന്താ ഇവിടെ? ആ, എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട്. പുള്ളി ഒന്ന് കാണാമെന്നാ. അപ്പോഴും ഇവിടെ വരുമ്പോഴും സൂക്ഷിക്കണം. എന്നാ കണ്ണനോ? അണ്ണൻ അണ്ണൻ. അല്ല, കണ്ണാന്നാണല്ലോ വിളിച്ച. അതെ, എന്റെ പഴയൊരു ആർട്ടിസ്റ്റാ. ടിക്ടുണ്ടിയുടെ പരസ്യത്തിൽ ഞാൻ കണ്ണനായിട്ടും അവൾ രുക്മിണിയായിട്ട് അഭിനയിച്ച്. അന്ന് മുതൽ കണ്ണാ രുക്മിണി, കണ്ണാ രുക്മിണി. என்னன்னா ഒന്നുമില്ല എന്നാണ് വിളിക്കാറ്. ഇച്ചിരി വട്ട. அண்ணா ஒரு மருந்து ஒழிச்சு மீதி எல்லா மருந்தும் கிடைச்சது. അപ്പടിയാ, വെരി ഗുഡ്. யாருண்ணா இது? എന്നോട് ഫ്രണ്ടാ. வணக்கம் വണക്കം പറഞ്ഞ വണക്കം. நான் இவரோட പൊങ്കൽ. മലയാളത്തിൽ പെങ്ങൽ എന്ന് പറയും, ഈ തമിഴില് പെങ്ങളെ പൊങ്കൽ എന്ന് പറയും. അതിന്റെ ഒരു ഉത്സവം തന്നെ ഉണ്ടേ. അതാ അപ്പൊ ധൃതിന്റെ കുറച്ച് വരേങ്ങേ. വരട്ടെ, bye, see you. Bye. വിക്ക് ചിലപ്പോ ഒരു അനുഗ്രഹമല്ലേ? என்ன சொன்னீங்க? ഓർമ്മയില്ല. இப்ப இந்த ആ പിച്ചക്കാരനല്ലേ? അവരുടെ രണ്ട് പോലത്തെ ശാന്ത എങ്ങനെ ஐயோ, കേൾക്കുവാ? இது சண்டை ഏയ്, இது பாருங்க. എന്നടാ ഇവിടെ ഒരു ചുറ്റിക്കളി? சேட்டனை காண ഓഹോ, ഫാമിലി ആയിട്ട് തന്നെ ഇറങ്ങിയിരിക്കാണല്ലേ? அல்ல சேட்டா சேட்டன பேഴ്ஸ் ஐயோ ஆமா அண்ணா இது உன்னோட பேசுதானே? ஆமா. ஆமா இது எங்க இருந்து கிடைச்சது? அது வந்து പത്മയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ കവിതയുടെ അടുത്തുനിന്ന്, അതും അല്ലെങ്കിൽ മേനകയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ ഉറപ്പാ സരിതയുടെ അടുത്തുനിന്ന്. அல்ல சேட்டா வாசந்திட அடுத்துன்னு வாசந்தியா? அது யாரு? വാസന്തി தெரியாதா? പുതുസാ കെട്ട പോറ തിയേറ്റർ വാസന്തി. அல்ல சேட்டா நம்ம வாசந்தி ஐயோ, என்ன ഈ പൈറ്റക്കാരൻ என்ன பேசுறது தெரியாது. நமக்கு இந்த ஆளு ஒத்து வராது. வா, 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 சீக்கிரம் சீக்கிரம் சீக்கிரம். அது வந்து நீங்க பெட்டிக்கடா வீடு இந்த இடத்திலும் தெண்ட வேண்டாம். நல்ல 5 ஸ்டார் ஹோட்டல் இல்லையா, அதுக்கு முன்னாடி இருந்து தெண்டணும். அப்போ 100 ரூபாய் இதை கிட்டும். நீங்க ஒருத்தரும் 100 ரூபாய் தான் கிட்ட தந்தா உங்களுக்கு நான் 1 ரூபாய் வீதம் தரும். கேட்டியா? போ போடு கண்ணா போ. അഡ്വാൻസ് പറ്റിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് ഷേർഷയ്ക്ക് ചേർന്നതല്ല. ഇന്ന് ഏതായാലും അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ ഹിന്ദുവാണ്. എന്റെ കൂടെ കാറിൽ വന്നു വെച്ചിട്ട് എന്താ? ഞാൻ പിടിച്ച് തിന്നോ? വാന്ന് ഞാൻ ഡ്രോപ്പ്. ഒന്ന് കൂടെ പോരോന്നാ? ഇത് ഞാനാ ഷേർഷാ. എനിക്കടിച്ച പറ്റും. പക്ഷേ എനിക്ക് വേണ്ടി എന്റെ സ്നേഹിതന്റെ ഭാര്യ നീ. എടാ, എടാ, നിനക്കറിയോ ഈ നിൽക്കുന്നതിന്റെ സ്വന്തം പെങ്ങളെ പോലെയാ. ഓക്കരത്തരം കാണിക്കുന്നതാ. ഓഹോ, ഇനി ഏരിയ കണ്ടുപോരുത്. പട്ടാപ്പാല് റോഡിലൂടെ സ്വന്തം പെങ്ങന്മാർക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ പിന്നെ അമ്മമാരെന്ത് ചെയ്യും? റോഡിൽ മുഴുവൻ പോലെ ചെല്ലോ. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഇത്രയ്ക്ക് നല്ലവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പൊ കുട്ടാ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തല്ലേ ഇവിടെ നടക്കുന്നത്, അല്ലേ രേണു? நல்லா இருக்கா? ഇതും കൂടി എടുത്ത കൊല്ലം കുറയോ? ഇവിടുത്തെ സാരിയുടെ എണ്ണം കുറയും. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. അതെ ഇതിന് എത്രയാ? 2500 രൂപ. ഇത് കൊടുത്ത് നീയും കൂടെ വന്ന ഇതിൽ കൂടുതൽ വരാം. എന്ത്? என்னன்னா? അല്ല, ഈ സാരി എന്റെ രുക്കു എടുത്ത നല്ല ആർക്കൊന്നും ചൊല്ലിയതാ. அப்படின்னா இது വാങ്ങണോ രുക്കു? ഇത് വില ரொம்ப ജാസ്തി. വില ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാരി വേണം. ഈ കളർ മതി ഡാർലിംഗ്. രുക്കു அந்த ஆளு. ஆமாண்ணா பார்த்தா அவர் மாதிரியே இருக்கு. ஆனா அவர் இப்படி இந்த வேஷத்துல போய் பார்த்துட்டு வரலாமா? இப்ப வரா. வாண்ணா. അപകടമാണ്. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. എവിടെയോ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോ. അമേരിക്ക ഞാൻ അവിടെ പോയിട്ടില്ല. മോശമായി പോയി. ലണ്ടനിൽ വെച്ചായിരിക്കും. ഞാൻ ഫോറിൻ കൺട്രീസ് ഒന്നും പോയിട്ടില്ല. പൂർ കൺട്രിമാൻ ബൊംബായിൽ വെച്ചായിരിക്കും. അല്ല,
എന്നാ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു. എടി ഓൻ കടവുൾ ஆமாண்ணா ரேதா യെസ് ദ സെയിം ബെക്കർ. കാതലൻ നോ K.A. Thalan. ഇത്രയും പെട്ടെന്നൊരു ചേഞ്ച്. അല്ലറ ചില്ലറ മോഷണവും കുറച്ച് പിടിച്ചോറിയും പിന്നെ വധഭീഷണിയും. ഡിയർ ആർ യു ഫിനിഷ് യുവർ പർച്ചേസ്? യെസ് ഡാർലിംഗ്. രുക്കു ശാന്ത அவளேதான் ലാസ്റ്റ് വീക്കിലായിരുന്നു ഞങ്ങളുടെ മാരേജ്. റിസപ്ഷൻ വാസ് ഇൻ ഹോട്ടൽ താജ്. സാർ ബില്ല് വെരി ചീപ്പ്, ഓൺലി 4000 റുപ്പീസ്. അട്ട് ഏത് കാർഡാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്? എനി കാർഡ് സാർ. അയ്യാ, ആന്റി സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ വരണേ. ആനിട്ടാണോ വേഗം വരൂ. അങ്കിളോ? ഞാൻ അങ്കിളൊന്നുമല്ല. എന്നെ റുക്ക് ഇതെല്ലാം. ஓடி நீங்க வாங்கண்ணா. എവിടെ തുടങ്ങണം എന്നെനിക്കറിയില്ല. പാമ്പ്. സോറി. ഹലോ, എന്താ ഇത്? കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്? എന്തോന്ന്? അല്ല, ഈ കുറെ നേരമായി ഈ കഥകളി തുടങ്ങിയിട്ട്. എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശങ്ങൾ കാണും. അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ ഇവിടുത്തെ പോലീസ് കമ്മീഷണർ വെച്ചോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല സാർ. മാപ്പ് 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 സാർ. ഏത് കണ്ടിയുടെ മാപ്പ്? അയ്യോ, ഞാൻ ക്ഷമിക്കണോന്ന് പറയായിരുന്നു സാറിനെ. ഞാൻ ആദ്യമായിട്ട് കാണാണല്ലോ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു അധോലോക സംഘത്തെ ഒതുക്കാൻ ബോംബ് വരെ പോയതായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഇവിടെ കള്ളുടിയന്മാരെ ശല്യം കൂടുതലാണെന്ന്. അതെ, കള്ളുകൂടിയന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. പക്ഷെ ഞാൻ എങ്ങനെ കള്ളുകൂടിയലായത് സാർ അറിയണം. ആയതല്ല, ആക്കിയതാണ്. ആക്കിയവരോട് ആക്കരുതേ ആക്കരുതേ എന്ന് പറയായിരുന്നില്ലേ? പറയാൻ കഴിഞ്ഞില്ല. 10 പേരടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ ജീവിച്ചു പോകുന്നത് ഒരു പെട്ടിക്കടയിലൂടെ ആയിരുന്നു. ഒരു പെട്ടിക്കടയിൽ ഒരേ സമയം 10 പേരെങ്ങനെ ഉറങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അവർക്കിപ്പോ ഉറക്കമില്ല. അതിന് കാരണക്കാരൻ കമ്മീഷണറായ നീയാണ്. നീ എന്നെ പെട്ടിക്കട പോകാൻ പെട്ടിക്കടകൾ പൊക്കിക്കളിക്കലും നിന്റെ ഒരു തമാശയാണല്ലോ. ഒന്ന് മാറിക്കേ. എവിടെ പോരാ? പാലാരിയോട്ടോ? കലൂരോ? വൈറ്റില്ലേ? പിന്നെ ഏത് കോത്താഴത്തോടോ? കോത്താഴത്തോ? നോർത്തോ സൗത്തോ? 50 പൈസ. അവിടെ ടിക്കറ്റ്സ് ടിക്കറ്റ്സ്. മേത്തൊന്നും വീണില്ലല്ലോ. എന്റെ മുഖത്ത് തുപ്പിയത്? അയ്യോ, ഞാനല്ല, ഇയാളാ. എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. എവിടെ നോക്കിട്ടാണ് തുപ്പിയത്? കമ്മീഷണറാ? വണ്ടി നിർത്ത്. അയ്യടാ, എന്റെ മുഖത്ത് സോറി, ഞങ്ങൾ 1-ാം തീയതി കയറാൻ വന്നതൊന്നുമല്ല. ഒരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ്. ഞങ്ങൾ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നു. സ്റ്റേറ്റ്സിലേക്കോ? യാ, തമിഴ്നാട് സ്റ്റേറ്റ്സിലേക്ക്. ഐ മീൻ പൊള്ളാച്ചി. ഹായ് മോലാലി. സോറി മോലാലി, ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ മുതലാളിയുടെ കൂടെ ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് പോവാണ്. വന്നിട്ട് പാക്കല്ല. വരട്ടെ വരട്ടെ മുതലാളി. ഡോക്ടർ വരട്ടെ. അയ്യോ, ഇവിടെ ഒരു വരട്ടെ. പോക്ക ചേട്ടാ.